നമസ്കാരം. ഇന്ന് നമ്മൾ യുവാൽ നോവ ഹരാരിയുടെ ഹോമോഡ്യൂസ്, അതായത് മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ആ പുസ്തകമില്ലേ, അതെ. അതിലെ ചില ചിന്തകളിലേക്കാണ് ഒന്ന് ഇറങ്ങി ചെല്ലാൻ പോകുന്നത്. അതെ. മനുഷ്യൻ നാളെ എന്താവും? പഴയ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പരിഹരിച്ച നമ്മൾ ഇനി ദൈവത്തെ പോലെ ആകാൻ നോക്കുകയാണോ? ഹോമോഡ്യൂസ് എന്ന ആ ഒരു അവസ്ഥ. അതൊരു വലിയ ചോദ്യം തന്നെയാണ്. നമ്മുടെ കയ്യിലുള്ള ഈ കുറിപ്പുകളിൽ അതിലെ പ്രധാന ആശയങ്ങളുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കാമല്ലേ? തീർച്ചയായും. ഹരാരി ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം, നമ്മൾ മനുഷ്യർ നേടിയ വലിയ വിജയങ്ങളാണ്. വിജയങ്ങൾ. അതെ. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന കാര്യങ്ങൾ, എന്താ പറയുക, ക്ഷാമം, പിന്നെ ഈ പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ, ശരിയാണ്. പ്ലേഗ്, സ്പാനിഷ് ഫ്ലൂ, അതൊക്കെ. അതെ, അതൊക്കെ ഒരു കാലത്ത് ദൈവകോപം എന്നോ മറ്റോ കരുതി പ്രാർത്ഥിച്ചിരുന്ന നമ്മൾ ഇന്ന് അതൊക്കെ ഒരു വലിയ പരിധിവരെ സയൻസ് വെച്ച് നിയന്ത്രിക്കുന്നുണ്ട്. മരണനിരക്ക് കുറഞ്ഞു, ആയുസ് കൂടി. അതെ, അതൊരു വലിയ മാറ്റം തന്നെ. അപ്പോൾ ഈ വിജയങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങളെ മാറ്റിയെന്നാണോ ഹരാരി പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതാണ് പോയിന്റ്. അതായത് പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് നമ്മൾ പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിലേക്ക്, അങ്ങനെ ഒരു ഷിഫ്റ്റ്. അവിടെയാണ് കാര്യങ്ങൾ രസകരമാവുന്നത്. ഹരാരി പറയുന്ന ആ പുതിയ ലക്ഷ്യങ്ങൾ, അമർത്യത, പിന്നെ ശാശ്വതമായ സന്തോഷം, ദൈവത്തെ പോലത്തെ ശക്തികൾ. അതെ, ഇമ്മോർട്ടാലിറ്റി, ഹാപ്പിനെസ്, ഡിവിനിറ്റി. ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു സയൻസ് ഫിക്ഷൻ പടം കാണുന്ന പോലുണ്ടല്ലേ? ശരിയാണ്. അതിൽ തന്നെ ഈ സന്തോഷം എന്നതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രിയിൽ മരുന്നോ ടെക്നോളജിയോ വെച്ച് മാറ്റം വരുത്തുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സന്തോഷം കണ്ടെത്തുക എന്നല്ല, ഒരുതരം ഉണ്ടാക്കിയെടുക്കുക എന്നാണോ? ഒരു തരത്തിൽ അതെ. അതുപോലെ മരണമില്ലായ്മ എന്ന് പറയുമ്പോൾ മരണം ഇല്ലാതാക്കുക എന്നതിനേക്കാൾ വാർദ്ധക്യത്തെ ഒരു രോഗം പോലെ ചികിത്സിച്ചു മാറ്റാവുന്ന ഒന്നായി കാണുന്ന ഒരു രീതി. ഇതിലേക്കൊക്കെ എത്താൻ സഹായിക്കുന്ന ഒന്നായിട്ടാണോ ഈ ഡാറ്റായിസം വരുന്നത്? നിങ്ങളുടെ നോട്ടിൽ അതും എടുത്ത് പറയുന്നുണ്ടല്ലോ. ഉണ്ട്, ഡാറ്റായിസം. അതൊരു പ്രധാന ആശയമാണ്. അതായത് ഭാവിയിൽ ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം മുഴുവൻ ഡാറ്റയിലും അൽഗോരിതങ്ങളിലും കേന്ദ്രീകരിക്കാം. ഡാറ്റയിലോ? എങ്ങനെ? അതായത് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിവരങ്ങളുടെ ഒഴുക്കാണ് എന്നൊരു ചിന്ത. നമ്മുടെ തീരുമാനങ്ങൾ പോലും ചിലപ്പോൾ നമ്മളെക്കാൾ നന്നായിട്ട് AI-ക്ക് പ്രവചിക്കാൻ പറ്റിയേക്കും. അപ്പോൾ ദൈവത്തിലോ മനുഷ്യന്റെ യുക്തിയിലോ ഉള്ള വിശ്വാസം മാറി ഡേറ്റയിൽ വിശ്വസിക്കുന്ന ഒരു കാലം വരാം എന്നാണ് ഹരാരി പറയുന്നത്. ഒരു സാധ്യതയാണ്. ഇതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം പറയാമോ? നമ്മളേക്ക് എങ്ങനെ ഇത് ബാധിക്കാം? ഒന്ന് ആലോചിച്ച് നോക്കൂ. നാളെ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ എക്സ്പീരിയൻസോ നോക്കുന്നതിന് പകരം നിങ്ങളുടെ ഫോൺ ഉപയോഗം, നിങ്ങൾ ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ അനലൈസ് ചെയ്ത് ഒരു അൽഗോരിതം തീരുമാനിക്കുകയാണ് നിങ്ങൾ ആ ജോലിക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്ന്. എന്റെ ദൈവമേ. കാരണം ആ അൽഗോരിതത്തിന് നിങ്ങളെക്കാൾ നന്നായി അറിയാം എന്നൊരു വാദം വരും. അതാണ് ഡേറ്റായിസത്തിന്റെ ഒരു പ്രായോഗിക തലം. കേൾക്കുമ്പോൾ കൊള്ളാം. പക്ഷേ ഇതിൽ എന്തോ ഒരു പേടി തോന്നുന്നുണ്ടല്ലോ. ഈ ദൈവതുല്യ കഴിവുകൾ നേടാൻ നോക്കുന്നതും എല്ലാം ഡാറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നതും ഇതിൽ അപകടങ്ങളില്ലേ? ഹരാരി മുന്നറിയിപ്പുകൾ തരുന്നുണ്ടോ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രവചനമല്ല, ഒരു ചിന്തിക്കാനുള്ള വിഷയം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ്. ശരി. അദ്ദേഹം കുറേ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇടുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് മനുഷ്യനെ കടത്തി വെട്ടുമോ? മനുഷ്യന്റെ കൺട്രോൾ പോകുമോ? അതൊരു വലിയ പേടിയുണ്ടല്ലോ. പിന്നെ ഈ ജനിതക മാറ്റം വരുത്താനുള്ള കഴിവ്, അത് പുതിയ തരം വേർതിരിവുകൾ ഉണ്ടാക്കുമോ? ചിലർ സൂപ്പർ ഹ്യൂമൻസ് ആവുകയും ബാക്കിയുള്ളവർ പിന്നോട്ട് പോവുകയും ചെയ്യുമോ? അതായത് ഒരു പുതിയ തരം അസമത്വം. അതെ, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടവരും അല്ലാത്തവരും തമ്മിൽ മനുഷ്യൻ തന്നെ അവന്റെ കണ്ടുപിടുത്തങ്ങളുടെ അടിമയായി മാറുമോ എന്നൊക്കെ. ഇതൊക്കെ ഹരാരി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു വിധി പറയുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹോമോഡ്യൂസ് എന്നത് ഒരു ഉത്തരമല്ല, മറിച്ച് കുറച്ച് ചോദ്യങ്ങൾ അടങ്ങിയൊരു പേപ്പറാണ് അല്ലേ? നമ്മൾ എങ്ങോട്ട് പോകുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മളെ തന്നെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പോയിന്റുകൾ. കൃത്യം. നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു, നാളത്തെ സാധ്യതകൾ എന്തൊക്കെ, അതിലെ വെല്ലുവിളികൾ എന്തൊക്കെ, ഇതൊക്കെയാണ് വിഷയം. നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ ഭാവിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ടത് അത്യാവശ്യം തന്നെ. തീർച്ചയായും. അപ്പോൾ ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഞാനൊരു കാര്യം ചോദിക്കാം. ഓക്കെ. ഈ പറയുന്ന സാങ്കേതിക വിദ്യയും ഡേറ്റയും ഒക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഈ മനുഷ്യൻ എന്ന അനുഭവത്തിൽ നിന്ന് എന്ത് കാര്യമാണ് നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു പുതിയ ലോകത്തിനനുസരിച്ച് മനുഷ്യത്വം എന്ന വാക്കിനെ തന്നെ നമ്മൾ മാറ്റി എഴുതേണ്ടി വരുമോ? എന്താണ് നിങ്ങൾ കരുതുന്നത്?